ഉണ്ട്. കാരണം നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് ഈ റോഡിന് വേണ്ടി ടെൻഡർ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇതുപോലെ പൊളിഞ്ഞ റോഡാണ് ഞങ്ങളുടെ ഗൈസ്. ഇത്രയും പൊളിഞ്ഞ റോഡാണ് ഗൈസ്. നിങ്ങൾ ഇത് കാണുക ഗൈസ്. ഇത് പണിതിട്ട് ഒരു 2 മാസം ആയിട്ടില്ല ഗൈസ്. ഹലോ ഗൈസ്, നമ്മുടെ കേരള ചരിത്രത്തിൽ സിമെന്റ് ഇല്ലാതെ പാലം പണിത ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളെ ഇന്ന് നിങ്ങളുടെ എല്ലാ ഫ്രണ്ടിൽ പരിചയപ്പെടുത്താൻ പോകുന്നു ടാറില്ലാതെ റോഡ് പണിയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഗൈസ്. ഞങ്ങൾ നടന്നു വരുന്ന റോഡ് നിങ്ങൾ കണ്ടാലറിയാം, വളരെ ശോകമായ അവസ്ഥയാണ്. പേഴ്സണലി എൻ്റെ കാറിന് 2 ഷോക്ക് ഓഫ്സറാണ് ഗൈസ് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബൈക്കിൻ്റെ 2 ഷോക്ക് ഓഫ്സർ പോയി. അപ്പം അത് പ്രത്യേകിച്ച് കാരണമൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ റോഡിൻ്റെ അനിവാര്യത എന്താണ്. ഇതൊരു 5-6-7 കൊല്ലം മുന്നേ പണിത റോഡാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് പറയാം, ഇത് പൊളിഞ്ഞു ഗൈസ്, കംപ്ലീറ്റ്ലി പൊളിഞ്ഞു. നിങ്ങൾക്ക് കണ്ടറിയാം, ഫുള്ള് പൊളിഞ്ഞു. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് പുതിയ റോഡ് വരുന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ആ റോഡിനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾക്ക് ആ റോഡ് പണിയെല്ലാം സാങ്ഷനായി. പകുതി പണി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഗായ്സ് നമുക്ക് ഇനി നന്നായിട്ട് വണ്ടി ഓടിക്കാം. പക്ഷേ അവിടെയാണ് ഗായ്സ് പ്രശ്നം. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, ഞങ്ങളുടെ റോഡ് ഇത്രയും പൊട്ടിപ്പൊളിച്ചിരിക്കുകയാണ് ഗായ്സ്. ഇത്രയും ഏതാണ്ട് ഇതിൻ്റെ മിറ്റിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര മിറ്റ് കിട്ടും? ഇത്രയും മിറ്റാണ് ഗായ്സ് കിട്ടുന്നത്. അതുപോലെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇതുപോലെ മിറ്റിൽ കിടക്കുന്ന റോട്ടിൽ കൂടെ കാർ ഓടിച്ചു കഴിഞ്ഞാലത്തെ അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ, നടുവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ്. ഇതുപോലെ പൊളിഞ്ഞ റോഡാണ് ഞങ്ങളുടെ ഗൈസ്. ഇത്രയും പൊളിഞ്ഞ റോഡാണ് ഗൈസ്. ഇതുപോലെ പൊളിഞ്ഞ റോഡാണ് ഞങ്ങളുടെ ഗൈസ്. ഇത്രയും പൊളിഞ്ഞ റോഡാണ് ഗൈസ്. നിങ്ങൾ വിച്ചു ഒന്ന് കാണിച്ചു കൊടുക്കും. വിച്ചു, ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്? ഇത്രയും പരിതാപകരയുടെ അവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് പുതിയൊരു റോഡ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം എന്ത് തോന്നി? സന്തോഷം തോന്നി ഗൈസ്. പക്ഷെ ഞങ്ങളുടെ സന്തോഷത്തിനൊക്കെ ആപ്പ് വെക്കുന്ന രീതിക്കാണ് ഇവിടുത്തെ പണി നടന്നത് ഗൈസ്. നിങ്ങൾക്ക് പണി ഞങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇത്ര നാൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് റോഡ് പണിതപ്പോൾ ഞങ്ങളുടെ റോഡിന്റെ അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് പോകുന്നത് ഗൈസ്. ഇപ്പോൾ ഒരു യെസ് ഗൈസ്, അതെ വിച്ച് താങ്ക് യു. ഞങ്ങൾ അമ്മാവങ്കല്ല് പണിയുന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാം. അപ്പോൾ ആ പണിത റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഇതുവഴി നിങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടുകളിൽ സൂക്ഷിക്കണം ഗൈസ്. ഇത് കണ്ടോ, ചവിട്ടുന്ന എല്ലാം കല്ലല്ല. നിങ്ങൾക്ക് സൗണ്ട് വെക്കാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഈ കല്ലിലൊക്കെ ചവിട്ടി വീണ് കഴിഞ്ഞാൽ അവസ്ഥ. ഇവിടെ ഭയങ്കര ചൂടല്ലേ വെച്ചു? ഒറ്റ മരമില്ല ഗൈസ്. മരം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കാര്യങ്ങളും കേട്ടോ. നമ്മൾ മരം വെട്ടുന്ന ഒപ്പം തന്നെ മരം വെക്കാൻ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ വലിയൊരു ക്ഷാമം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഒരു മൺസൂണായിട്ട് മഴയില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇതിൻ്റെ മുന്നേ ഈ ടാറിങ് അത്യാവശ്യം നല്ല ടാറിങ്ങാണ്. ഈ ടാറിങ് ഇപ്പോഴും ചില സ്ഥലത്തൊന്നും പൊളിഞ്ഞില്ല. കാരണം ഇത്ര വർഷമായി. ഒരു ടാറിങ്ങിന് മാക്സിമം ഒരു 5 വർഷമൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിൽക്കുള്ളിൽ വണ്ടിയുടെ ടാറിങ് കിടന്നു. പക്ഷേ ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി ടാർ ചെയ്ത റോഡിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ നല്ല വർണ്ണ പകിട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഈ എഡ്ജൊക്കെ നോക്കി അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഗൈസ്. അപ്പോൾ നമ്മൾ അത് നിങ്ങളെ കാണിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലെ ഫാക്റ്റുകളുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നത് ഗൈസ്. പിന്നെ ഇതൊരു നല്ലൊരു വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം തോന്നുന്നൊരു വീഡിയോ ആണ്. ഓടിച്ച് കാണിക്കുക ഗൈസ്. നിങ്ങളിത് നിങ്ങളിത് കാണുക ഗൈസ്. ഇത് പണിതിട്ട് ഒരു 2 മാസം ആയിട്ടില്ല ഗൈസ്. ഇവിടെ നമുക്ക് മിറ്റിൽ പെറുക്കിയെടുക്കാം ഗൈസ്. ആ മിറ്റിലിൻ്റെ സൈസ് കണ്ടോ ഗൈസ്? ഇത് എന്താണ് ഗൈസ്? നിങ്ങൾ നമുക്ക് നോക്കി ഈ 2 മാസം മുന്നേ പണിത റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. 1 2 3 പല സ്ഥലത്താണ് ഇതുപോലെ ഈ റോഡ് ഇളകിയിരിക്കുന്നത്. ഇതിനകത്ത് ടാറുണ്ടോ ഗൈസ്? നിങ്ങൾ നോക്കിക്കേ. ഇതുകൊണ്ട് ഇതിനകത്ത് പുൽത്തകടി പോലെ ഇതിനകത്ത് ടാർ ഇട്ടേക്കുന്നത്. ടാർ ഇട്ടില്ലേലും കുഴപ്പമില്ല ഗൈസ്. ഇങ്ങനത്തെ ചതി ഞങ്ങളോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ പഞ്ചായത്ത് റോഡ് ഇളകിതേ. നിങ്ങൾക്ക് പറയാം ഇതിന് എത്ര വാറണ്ടി ചെയ്യുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത മൺസൂൺ വരെ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി അടുത്ത് വരുന്ന മഴയ്ക്കൊന്നും ഈ റോഡ് നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല ഗൈസ്. ഇത് മാത്രം ഇനിയും സ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാ സ്ഥലവും പോയിന്റ് ബൈ പോയിന്റ്, ഇഞ്ച് ബൈ ഇഞ്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളെ കാണിക്കുന്നത് ഗൈസ്. അടുത്ത സ്ഥലമാണ് നിങ്ങളെ കാണിക്കുന്നത് ഗൈസ്. ഇതുണ്ട് ഈ ഒരു എഡ്ജ് ഇവിടെ നന്നായിട്ട് വിണ്ട് കയറിയിട്ടുണ്ട്. ഇത് വിണ്ട് കയറാൻ തുടങ്ങി ഗൈസ്. ഇവിടെ എല്ലാം റോഡ് വിണ്ട് കയറാൻ തുടങ്ങി. നമ്മൾ എവിടെ എത്ര ലക്ഷങ്ങൾ കോടികൾ മുടക്കി
റോഡ് പണിത് നമ്മുടെ ടാക്സ് എമൗണ്ടാണ് ഇങ്ങനെ പോകുന്നത് ഗൈസ്. നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് എവിടെയാണ് ടാർ? ഇത് കണ്ടോ റോഡ് ഇളകിയെന്ന് പറഞ്ഞു. ഇപ്പം വലിയൊരു വണ്ടി എന്തെങ്കിലും പോയത് റോഡ് തന്നെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഒരു മുഴപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ ഒരു മുഴപ്പ് ഇത് കണ്ടോ, നിങ്ങൾ കാണിച്ചാൽ കണ്ടോ, ഒരു മുഴപ്പ് നിങ്ങൾ കണ്ടോ? അത് റോഡ് ഇളകി. ഇവിടെ ടാറുണ്ടോയെന്ന് ആർക്കത്? കൈകൊണ്ട് കാണിച്ച് തൊട്ടാൽ പൊടിഞ്ഞു വരും ഗൈസ്. കൈകൊണ്ട് തൊട്ടാൽ പൊടിഞ്ഞു വരുന്ന ടാറിങ്ങാണ് ഗൈസ്. ഇത് കണ്ടോ, ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടാറുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയല്ലേ കാണിച്ച് ഗൈസ്. കൈ കൊണ്ട് തൊട്ടത് കൊണ്ട് ഇളകി വരുന്നുണ്ടോ ഗൈസ്? ഉണ്ടോ കൈ കൊണ്ട് തൊട്ടത്? നിങ്ങളിത് കാണുക ഗൈസ്. ഇതിനകത്ത് എവിടാണ് ടാറ്? നിങ്ങൾ ഈ ടാറിങ് ഇതിനകത്ത് എവിടാണ് ടാറിങ്? ആരെങ്കിലും അറിയാവുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം ഗൈസ്. 2 മാസമായൊരു റോഡാണ്, നല്ല ലക്ഷങ്ങൾ മുടക്കി പണിതൊരു റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ എത്ര നാൾ? ഇതിന് മാക്സിമം ഒരു 3 വർഷം പോട്ടെ, നമുക്കൊരു റോഡിന് 3 വർഷം ഗ്യാരണ്ടി പറഞ്ഞാൽ പോലും ഒരു 4 മാസം കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ഈ റോഡ് ഫുൾ ഇളകും. ഇതിൻ്റെ എല്ലായിടത്തും ഇതുപോലാണ് റോഡ് പണിതിരിക്കുന്നത്. എല്ലാ മുക്കിനും മൂലയും റോഡ് ഇളകാൻ തുടങ്ങി ഗൈസ്. അപ്പം ഇതൊരു ഫൺ ഫാക്ടർ ആണെങ്കിൽ ഇപ്പോൾ ഇതിന് കുറേ റിയാലിറ്റീസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ റിയാലിറ്റീസ് ഉണ്ട്. കാരണം നമ്മളൊക്കെ ടാക്സ് അടയ്ക്കുന്ന പൈസയാണ് ഈ റോഡിന് വേണ്ടി ടെൻഡർ വിളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് കാണണം. കാരണം നമ്മൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഈ റോഡിൻ്റെ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ റോഡിൻ്റെ പ്രാതിനിധ്യം പഠിച്ച പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം. കാരണം നല്ല റോഡുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഗ്രസീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. ഇത് ചെറിയൊരു അഴിമതിയാണെങ്കിൽ, ചെറിയൊരു പിടിപ്പുകളാണെങ്കിൽ പോലും ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. ഒരു റോഡ് പണിത് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ മെയിൻ്റെനൻസും കൂടെ നോക്കണം. റോഡ് പണിത് ശരിയായോ, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, കുഴപ്പങ്ങളിലേക്ക് തിരുത്തുക, അങ്ങനത്തെ ഒരു സാമാന്യ മര്യാദ പോലും ഇവിടെ ആരും കാണിച്ചിട്ടില്ല. ഈ റോഡ് പൊളിഞ്ഞിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. കഴിഞ്ഞ മഴയ്ക്ക് പൊളിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തോളമായിട്ട് ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞിട്ട് ഒരധികാരികളോ ആരോ ഈ റോഡ് വന്ന് കാണാനോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഉറപ്പായിട്ട് നിങ്ങളെ പ്രതിഷേധം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇതിനകത്ത് എല്ലാവരും ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് എല്ലാവരും എന്ത് റെസ്പോൺസിബിളാണ്. കാരണം നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ അഴിമതി കാണിക്കാം, നിങ്ങൾക്ക് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കാണിക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒരു പബ്ലിക് സെക്ടറിൻ്റെ കാര്യത്തിൽ നമ്മുടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പം നിങ്ങൾക്കറിയാം. നല്ല രീതിക്ക് പാലം പണിതില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പാലം പണിത ആളുടെ മക്കളോ ആരെങ്കിലും പോകുമ്പോഴായിരിക്കും ആ പാലം ഇടിയുന്നത്. അത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എന്തിനകത്തുള്ള അഴിമതി കാണിക്കാം, പക്ഷേ ഇതുപോലത്തെ പബ്ലിക്കായിട്ടുള്ള കാര്യത്തിൽ അഴിമതി കാണിക്കുക ഒരു ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ തമാശ രീതിക്ക് പറഞ്ഞാൽ പോലും ഇതിനകത്തെ കാര്യം വളരെ സീരിയസ് ആണ് ഗൈസ്. നമ്മുടെ അമ്മാങ്കൽ വീഡിയോ ഇല്ലേ, ആ അമ്മാങ്കൽ വീഡിയോക്കകത്ത് കാണിക്കുന്ന ആ റോഡ് കേട്ടോ, ആ പണിത റോഡാണ്. നിങ്ങൾ ആ വീഡിയോ പോയി ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റോഡ് പണിതിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. 2 മാസത്തിന് മുന്നേ ഈ റോഡ് ഇങ്ങനെ ഇളകാൻ തുടങ്ങിയെങ്കിൽ അടുത്ത നമുക്ക് മൺസൂണാണ് വരാൻ. അല്ലെങ്കിൽ മൺസൂണുണ്ട്, ഒരു ചെറിയൊരു മഴ വന്നാലും ഇളകുന്ന റോഡ് എത്ര നാളിൻ്റെ വാലിഡിറ്റി കാണും. അത്യാവശ്യം നല്ല പൈസ ബഡ്ജറ്റിൽ ഇറക്കി പണിത റോഡാണിത്. ഇത് ഞങ്ങളുടെ 12ാം മൈലിലെയും പുതുവഴി തമ്മിൽ ബന്ധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡാണ്. പാമ്പാടി പഞ്ചായത്തിലെ 10ാം വാർഡിലെ ഏറ്റവും വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോഡാണ് ഈ റോഡ്. ഈ റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അഴിമതി കാണിക്കാം, നിങ്ങൾക്ക് എന്തിനകത്ത് വേണം അഴിമതി കാണിക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും പബ്ലിക് സെക്ടറിലോ അല്ലെ പൊതുഗതാഗതത്തിലോ ഒന്നും ഒരിക്കലും അഴിമതി കാണിക്കില്ല. കാരണം നിങ്ങളൊരു പാലം പണിയുമ്പോഴേക്കും അതിനകത്ത് അഴിമതി കാണിച്ച് നാളെ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പോകുന്ന സമയത്ത് ഒരു അത്യാവശ്യം സംഭവിക്കുന്നെങ്കിൽ ആരായിരിക്കും എൻ്റെ റെസ്പോൺസിബിലിറ്റി? നിങ്ങളിങ്ങനെയൊന്നും ഒരിക്കലും കാണിക്കരുത്. കാരണം ഈ റോഡെന്നൊക്കെ പറഞ്ഞുള്ളൂ നമ്മുടെ വികസനത്തിന്, നമ്മുടെ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടൊരു സാധനമാണ് നമ്മുടെ റോഡ്. അതിനകത്തൊന്നും ഒരിക്കലും ഇങ്ങനെ അഴിമതി കാണിക്കില്ലേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓരോ ടാക്സ് മണിയാണ് ഇതുപോലെ റോഡ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിൽ 2 ഷോക്ക് അബ്സർ പോയി, എൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ 2 ഷോക്ക് അബ്സർ, ഫ്രണ്ടിൽ ഒരു ഷോക്ക് അബ്സറും പോയി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയൊക്കെ ഗതികേട്. ഇപ്പോൾ ഒരു റോഡ് പണി തുടങ്ങിയിട്ട് തന്നെ ഏറെക്കുറെ 1 മാസമായി. 1 മാസത്തിൻ്റെ ഇടയ്ക്ക് 1-2 മാസം, 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് 1-2 മാസമൊക്കെയാണ് റോഡ് പണി പ്രോപ്പറായിട്ട് നടന്നിരിക്കുന്നത്. ഇപ്പോഴും ഒരു 40% മാത്രമേ റോഡ് പണി നടന്നിട്ടുള്ളൂ. ബാക്കി ഇനിയും പണിയാൻ കിടക്കുക. ഇതെന്ന് പണിയെന്നോ നാളെ പണിയൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ അതിനകത്ത് കൂടി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന തെറ്റല്ലേ? പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്ന ആരും കുറ്റപ്പെടുത്താനോ ആരെ എഴുത്തി കാണിച്ചാനോ കുറച്ച് കാണിക്കാനൊന്നുമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സമൂഹം വളരണം, അതിനുവേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ കാണുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇത് ആക്ഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ മുഹമ്മദ് റിയാസ്, അതിനോടൊക്കെ നല്ല ബഹുമാനം, റെസ്പെക്റ്റ് ഉണ്ട്. നല്ലൊരു യൂത്ത് ഐക്കൺ അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഞാൻ. എനിക്കത് വല്ല പ്രതീക്ഷയുണ്ട്. അദ്ദേഹം ഈ വീഡിയോ കാണണം, കണ്ടിട്ട് ഉറപ്പായിട്ട് ഇതിനൊരു എത്ര
എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പണി പൂർത്തിയാക്കി ഇതുപോലെ ചെറിയ പാകപ്പിഴകളുണ്ടെങ്കിൽ അതെല്ലാം നികത്തി തരുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അപ്പോൾ അത്തരം പ്രതീക്ഷകളെല്ലാം തന്നെ നിർത്തിക്കൊണ്ട് എല്ലാ ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ചെയ്യുന്ന ജോലിക്കകത്ത് കുറച്ചും കൂടെ ആത്മാർത്ഥയൊക്കെ ചെയ്ത് നല്ലൊരു സമൂഹത്തെ നമുക്ക് നിർമ്മിച്ചെടുക്കാം. അപ്പം എൻ്റെ ചാനലിനകത്ത് എന്തെങ്കിലും തെറ്റോ കുറ്റോ കുറവുണ്ടോ നിങ്ങൾ ഉറപ്പായിട്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒന്നുകൂടെ പറയണം, ആരെയും കളിയാക്കാനോ ആരെയും കുറച്ച് കാണിക്കാനോ ഒന്നുമല്ല. എൻ്റെ നാട്ടിലൊരു പ്രശ്നം നിങ്ങളുടെ ഫ്രണ്ട് ഞാൻ തുറന്നു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്നീ സമയം വരെ ആരും ഇത് മൈൻഡ് ചെയ്തിട്ടോ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനൽ വഴി ഈ കാര്യം നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ വീണ്ടും വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ വഴി വീഡിയോ നടത്തുകയാണ്. ഇനിയും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം. അതാണ് നമ്മുടെ വിജയം. ഇത് നമ്മുടെ മാക്സിമം റീച്ച് ഇതിന് കിട്ടി നമ്മുടെ മന്ത്രിയുടെ അടുത്ത് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ദിസ് ഈസ് മീ അഖിൽ സൈനിങ് ഓഫ്. ഈ വീഡിയോ ആയിരുന്നു.